ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ദേശീയ വികസന വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ കൂടുതൽ ഇടം നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ബഹുദൂരം മുന്നേറാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ കുടുംബശ്രീക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സൌദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ മരുന്നുകൾ കൊണ്ടുപോകുന്നതിന് മുൻകൂർ അനുമതി നേടണമെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. വാർത്തകൾ വിശദമായി. ദേശീയ വികസന വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ കൂടുതൽ ഇടം നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. സത്യം ഉയർത്തിപ്പിടിക്കുന്നതിനും ദേശീയ ബോധത്തെയും പൌരത്വത്തെയും ശക്തിപ്പെടുത്തുന്നതിനും സൃഷ്ടിപരമായ സംവാദത്തിനും കുറഞ്ഞത് 2 പേജുകളെങ്കിലും പതിവായി നീക്കിവെക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ചെന്നൈയിൽ നടന്ന രാംനാഥ് ഗോയിങ്ക സാഹിത്യ സമ്മാൻ 3ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹുവ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയത്തിന്റെയും കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിന്റെയും ശേഖരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പിപ്രാഹുവ ചരിത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും ഇതാദ്യമായാണ് പ്രദർശിപ്പിക്കുന്നത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നാസിക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൌദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ മരുന്നുകൾ കൊണ്ടുപോകുന്നതിനാവശ്യമായ അനുമതി മുൻകൂട്ടി നേടണമെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിർദ്ദേശിച്ചു. സൌദിയിലേക്ക് എത്തുന്നവരുടെ വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകളുടെ അനുമതിക്കായി പ്രത്യേക പോർട്ടൽ സജ്ജമാക്കിയതിനെ തുടർന്നാണ് നിർദ്ദേശം. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ചില മരുന്നുകൾ സൌദിയിൽ അനുവദനീയമല്ലാത്തതിനാലാണ് മുൻകൂർ അനുമതി ആവശ്യപ്പെടുന്നതെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. കുടുംബശ്രീ മിഷനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ചാലിശ്ശേരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നേറാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നേറാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേവലമൊരു വിപണനമേള എന്നതിലപ്പുറം സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഉപാധിയായി കൂടി മേള മാറുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സംഗീത നൃത്തനിശകൾ, കലാവിഷ്കാരങ്ങൾ, ആദരസന്ധ്യകൾ, സെമിനാറുകൾ, പുഷ്പമേളകൾ തുടങ്ങിയവയും ഉണ്ടാകും. ഈ മാസം 11 വരെയാണ് ദേശീയ സരസ് മേള നടക്കുക. ക്രിസ്മസ് പുതുവത്സര സീസണിൽ 82 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായതായി സപ്ലൈകോ. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയുള്ള 10 ദിവസത്തെ കണക്കാണിത്. 36 കോടി രൂപയാണ് സബ്സിഡി സാധനങ്ങളുടെ വിറ്റുവരവ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVM, VVPAT യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ നാളെ മുതൽ ആരംഭിക്കും. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിയറിംഗിന് നോട്ടീസ് നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയപ്പോൾ മുതൽ തന്നെ നോട്ടീസുകൾ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള 1,21,557 അപേക്ഷകളാണ് സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പുറപ്പെടുവിച്ച ശേഷം ലഭിച്ചിട്ടുള്ളത്. ഫോം 6-ൽ 96,785 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പേര് ചേർക്കാനുള്ള ഫോം 6A-ൽ 24,772 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനായുള്ള 444 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി മന്ത്രി എം.ബി. രാജേഷ് നാളെ കൂടിക്കാഴ്ച നടത്തും. തൃശൂർ കില ആസ്ഥാനത്ത് രാവിലെയും വൈകിട്ടും 2 സെഷനുകളായാണ് പരിപാടി നടക്കുന്നത്. നേതൃപരമായ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ പങ്കിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ സംബന്ധിച്ച് നേട്ടങ്ങളുടെയും പരിഷ്കരണങ്ങളുടേതുമായിരുന്നു കഴിഞ്ഞ വർഷം. 2025 ഇന്ത്യയ്ക്ക് അനുകൂലമായ പണപ്പെരുപ്പ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ജനുവരിയിൽ 4.26% ഉപഭോക്തൃ വില സൂചിക മാസങ്ങൾ കഴിയുന്തോറും ക്രമേണ കുറഞ്ഞു. ഒക്ടോബറിൽ ഏകദേശം 0.25% എന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. സദ്ഭരണവും സമയബന്ധിതമായ പ്രശ്നപരിഹാരവും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പ്രോ ആക്ടീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ പ്രഗതി പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ വേഗത്തിലാക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രഗതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി വളർച്ചയും നവീകരണവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ വിവരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. This year has been the year of reforms, and reforms express, as is being mentioned. So if you talk of a reform express, I think in a single sentence, the carry-home message would be the reform express of India is being driven by technology. All the reforms, regardless of the department, regardless of the ministries, even in governance, even in administration, have been entirely technology-driven to a lesser or greater extent. ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള മുറികളുടെ ബുക്കിംഗ് പൂർണ്ണമായും ഓൺലൈനാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ബുക്കിംഗിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം ചൊവ്വാഴ്ച യാത്ര തിരിക്കും. 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിനായാണ് സംഘം യാത്ര തിരിക്കുന്നത്. കാർഷിക വിള ഇൻഷുറൻസിനായുള്ള വെബ് പോർട്ടൽ വൈകാതെ തുറക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. ഈ മാസം 15 വരെ പോർട്ടൽ ലഭ്യമാകുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഇൻഷുറൻസിൽ നിന്ന് കർഷകർ ആരും ഒഴിവാക്കപ്പെടാതിരിക്കാൻ ഇടപെടുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചൻ പറമ്പിൽ തിരിതെളിഞ്ഞു. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം തമിഴ് സാഹിത്യകാരൻ S. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുഞ്ചൻ സ്മാരക പ്രഭാഷണം, കോളേജ് വിദ്യാർത്ഥികൾക്കായി ദ്രുത കവിതാരചനാ മത്സരം എന്നിവയ്ക്ക് പുറമെ ആകാശവാണിയുടെ കവി സമ്മേളനവും ഇന്ന് നടന്നു. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി KSRTCയുടെ രണ്ടാമത്തെ ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിച്ചു. KSRTC ഒരുക്കിയ റോയൽ വ്യൂ സർവീസുകൾക്ക് ലഭിക്കുന്ന വലിയ ജനപ്രീതി കണക്കിലെടുത്താണ് പുതിയ ബസ് അനുവദിച്ചത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിനോടനുബന്ധിച്ച് ഈ മാസം 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ വടക്കൻ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യം നിയമസഭാ അങ്കണത്തിൽ അവതരിപ്പിക്കും. ഈ മാസം 7 മുതൽ 13 വരെയാണ് നിയമസഭാ പുസ്തകോത്സവം. കേരളത്തിൽ 2 വർഷത്തിനകം 500 കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കുടുംബാധിഷ്ഠിത സംരക്ഷണം സാധ്യമാക്കിയതായി മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടുംബാധിഷ്ഠിത പരിചരണം ഉറപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. ഈ വർഷം മാർച്ചോടെ റിസർവ് ബാങ്ക് 500 രൂപ നോട്ട് നിർത്തലാക്കുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. RBI അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇന്ത്യയെ ആഗോള തുണിത്തര നിർമ്മാണ കേന്ദ്രമായി മാറ്റുന്നതിന്റെ ഭാഗമായി അസം സർക്കാരുമായി സഹകരിച്ച് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ടെക്സ്റ്റൈൽസ് മന്ത്രിമാരുടെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കും. ഇന്ത്യയുടെ തുണിത്തരങ്ങൾ, നെയ്ത്ത്, വളർച്ച, പൈതൃകം, നവീകരണം എന്ന വിഷയത്തിൽ ഈ മാസം 8-ന് ഗുവാഹത്തിയിലാണ് സമ്മേളനം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ വികസന വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ കൂടുതൽ ഇടം നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ബഹുദൂരം മുന്നേറാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ കുടുംബശ്രീക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സൌദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ മരുന്നുകൾ കൊണ്ടുപോകുന്നതിന് മുൻകൂർ അനുമതി നേടണമെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.